നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വയ്യായിരുന്നു. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടങ്ങിയിരിക്കുകയാണ്. അതുപോലെ നല്ല ജലദോഷവും പനിയും തലവേദനയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പനിയെല്ലാം കുറഞ്ഞു, തലവേദനയും കുറഞ്ഞു. പക്ഷേ ഇനി കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, എന്നാലും ഓക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പനി പിടിച്ച് കിടന്നപ്പോൾ സത്യം പറഞ്ഞാൽ ബോറടിച്ച് കിടക്കുമായിരുന്നു. ഒന്നും ചെയ്യാൻ വയ്യ, ഫോണിൽ നോക്കാൻ വയ്യ, ഒന്നും പറ്റില്ല. അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടു, ആസ്ക് മീ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ബോറടി മാറ്റാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു ഒന്ന് ഇൻട്രാക്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ആസ്ക് മീ ഇട്ടു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ, ഹായ് ഹൗ ആർ യു ചേച്ചി, അങ്ങനെ അങ്ങനെ കുറേ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒട്ടുമിക്ക മെസ്സേജും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ്, അല്ലെങ്കിൽ ISL റിലേറ്റഡ്, അല്ലെങ്കിൽ ഫുട്ബോൾ റിലേറ്റഡ്, ഇത് മാത്രമായിട്ടോ വന്നുകൊണ്ടിരുന്നത്. കുറേയൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ തന്നെ ഞാൻ റെസ്പോൺസ് റിപ്ലൈ ചെയ്തു. പിന്നെ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എങ്കിൽ അത് ഒരു സ്റ്റോറിയിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, നമുക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ആൻസർ കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം 2023 അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു വർഷം തുടങ്ങുകയാണ്. അപ്പോൾ 2023 ഞാൻ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇത്രയും സീരിയസ് ആക്കിയെടുത്ത്, അല്ലെങ്കിൽ ഇതിന് വേണ്ടി എഫേർട്ട് എടുത്ത് ടൈം കണ്ടെടുത്ത് ചെയ്ത ഒരു ഇയറാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു ഫാമിലി, ഒരു കുഞ്ഞു ഫാമിലി ഉണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു നന്ദി പോലും പറയാതെ ഞാൻ പുതിയൊരു വർഷത്തിലേക്ക് പോകാമെന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് വയ്യാഞ്ഞിട്ടും കൂടെ വന്ന് ഈ ഒരു അവസാന നിമിഷം എൻ്റെ എന്താ പറയുക, എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് ഇനി ഇമ്പ്രൂവ് ആവാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തിട്ട് പുതിയൊരു വർഷത്തിലേക്ക് നിങ്ങളുടെ കൂടെ തന്നെ പോകാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആ ക്വസ്റ്റ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യനുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലേക്ക് വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഞാൻ എത്തിയത് കേട്ടോ. അതായത് ഹൗ വാസ് യു 2023? വലിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ISLൻ്റെ ബാക്കിയും 2023 അതുപോലെ തന്നെ ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങും 2023. അതായത് രണ്ട് ഫേസാണ്. ഞാൻ ISL പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരിക്കും, കേരള ബ്ലാസ്റ്റേഴ്സ്. കാരണം എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ISL ഫുട്ബോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരാണ്. അപ്പം എനിക്കറിയാം അതായിരിക്കും മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഒബ്വിയസ്ലി എൻ്റെ കാര്യം ഉദ്ദേശിക്കുന്നുണ്ടാവും, എന്നാൽ കൂടെ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് 2023 ഒരു അടിപൊളി ഇയറായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കൈവന്ന് ചേർന്ന കുറേ ഭാഗ്യങ്ങളുണ്ട്. എല്ലാം ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഭാഗ്യമായിട്ട് പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ അപ്പം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണ പോലെ വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം എനിക്കൊരു അടിപൊളി ഇയറായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ഇൻട്രോ പോലെ ആദ്യമായിട്ട് ഞാൻ ഇതേപോലെ വന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനും TV ഫ്രണ്ടിൽ ഇരുന്ന് മാച്ചൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫാനായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇയറിൽ ഈ സീസണിലെ എല്ലാ മാച്ചും കാണാനൊരു ഭാഗ്യം ഉണ്ടാവുക, അതും ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ എല്ലാം ക്ലിയറായി. സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയണം, ഒന്നും ഈസി ആയിട്ടല്ല. പക്ഷെ എന്നാൽ കൂടെ എല്ലാം ഒരു തടസ്സം ഇല്ലാതെ എല്ലാം നല്ല രീതിയിൽ നടത്താൻ പറ്റി. അതുപോലെ തന്നെ ആദ്യ മത്സരം VIP സ്റ്റാൻഡിലിരുന്ന് കാണാൻ പറ്റുക, ആ ഒരു ഭാഗ്യമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2023 അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ വർഷം അവസാനിക്കാൻ പോവാണ്. അവസാനിക്കാനൊന്നുമില്ല, നാളെ പുതിയൊരു ഇത് തുടങ്ങുന്നു, പുതിയൊരു ദിവസം തുടങ്ങുന്ന പോലെ തന്നെ പുതിയൊരു ഇയർ വരുന്നു. അപ്പം അതാണ് എൻ്റെ 2023. ഒരുപാട് നല്ല കാര്യങ്ങളും കുറേ എഫേർട്ടും, പിന്നെന്താ കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ നേരിട്ട് കാണാൻ പറ്റി. ഇനിയും ഒത്തിരി പേരെ കാണാനുണ്ട്, കുറേ പേരൊക്കെ കണ്ടു. അപ്പോൾ അതാണ് എൻ്റെ 2023. അപ്പോൾ എൻ്റെ ഈ 2023 ബ്യൂട്ടിഫുൾ ആക്കിയ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം, ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇനി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല, നമുക്കറിയില്ല നാളെ എന്താ വരുന്നത്, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം
എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത്രയും സപ്പോർട്ട് ചെയ്തതിനും അതുപോലെ തന്നെ എൻ്റെ ഓരോ വീഡിയോസിലെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞതിനും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓരോരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ വീഡിയോയിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, എന്ത് ഇൻക്ലൂഡ് ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നതിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സിനെ മീറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സിനെ മീറ്റ് ചെയ്ത് ശരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആസ് എ ഫാൻ എനിക്കും ഭയങ്കര എക്സൈറ്റിങ് അല്ലെങ്കിൽ ഭയങ്കര നെർവസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നോർമൽ ഇപ്പോൾ ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ വീട്ടിലിരുന്ന് മാച്ചൊക്കെ കണ്ട് ആ ഒരു ക്ലബിനോടുള്ള ഇഷ്ടം, പ്ലെയേഴ്സിനോടുള്ള ഇഷ്ടം, ഫുട്ബോളിനോടുള്ള ഇഷ്ടം, അങ്ങനെ ഇരുന്നൊരു ഫാനാണ്. അപ്പം എന്താ പറയുക, അപ്പോൾ അങ്ങനെയുള്ളൊരു എനിക്ക് ഫാൻ എന്ന രീതിക്ക് എനിക്ക് കാണാൻ പറ്റുക, അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു എന്താ പറയുക ഭയങ്കര മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കഴിഞ്ഞ സീസണിൽ, അതായത് നമ്മുടെ ലൂണെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ, ലൂണ നമ്മളോട് ഇല്ല, മിസ് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ലൂണെ മീറ്റ് ചെയ്യാൻ പോയ സമയത്താണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഞാൻ എന്താ പറയുക, മെസ്സേജിലൂടെ മാത്രമേ ഞാൻ ലൂണയുടെ കണക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. അതായത് നമ്മുടെ ഗോവയിലെ സീസണിലെ ബബിളിലുണ്ടായ സീസൺ, ആ സീസണിൽ തൊട്ടാണ് ഞാൻ അഡ്രിയനിലൂടെ വന്ന ഫസ്റ്റ് സീസൺ. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് നേരിട്ട് മെസ്സേജിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, നമുക്ക് പ്ലാൻ ചെയ്യാം, ഇന്നത് ചോദിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം എന്നുള്ളതൊക്കെ. പക്ഷെ നമുക്ക് ലൈവ് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പോയ സമയത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ ക്രൗൺ പ്ലാസയുടെ ലോബിയിൽ ഇരുന്ന സമയത്ത് ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടില്ല അഡ്രിയനോട്. എത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടില്ല. സോറി, ഇടയ്ക്ക് എനിക്കൊരു ചുമ വന്നിട്ടോ, ഞാൻ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒട്ടും വയ്യ. അപ്പോൾ കുറേ സംസാരിച്ച് പെട്ടെന്നൊരു സഫിക്കേഷൻ പോലെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി അവിടെ ലൂണെ കാണാൻ പോയി. അപ്പോൾ ഞാൻ ലോബിയിൽ ഇരുന്ന സമയത്ത് ഞാൻ നേരത്തെ എത്തി, പക്ഷേ എത്തിയിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ നിന്നില്ല. കാരണം എനിക്കറിയില്ല എന്ത് സംസാരിക്കേണ്ടത്. എനിക്ക് ടെൻഷനായി, ആകെ മൊത്തം ടെൻഷനായി. ഞാൻ 5 മിനിറ്റ് ലോബിയിൽ ഇരുന്ന് ഒന്ന് റിലാക്സായി, അവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കണ്ട് ഞാനൊന്ന് ഓക്കെ ആയി. പക്ഷെ എന്നിട്ട് എനിക്കൊരു കോൺഫിഡൻസ് വരുന്നില്ല. പിന്നെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നു, അന്ന് മാച്ചും ഉണ്ട്. അപ്പം പിന്നെ ഞാൻ 2 കൽപ്പിച്ചിട്ട് വിളിക്കാൻ ടെക്സ്റ്റ് ചെയ്തു, ഞാൻ എത്തിയിട്ടുണ്ട്, താഴെ ലോബിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് പറഞ്ഞു ഐ റീച്ച് ഇൻ 5 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ടെൻഷനായി, മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ടെൻഷനായി. കാരണം ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യല്ലേ, എങ്ങനെയാണ് എന്താണ് ഒന്നും അറിയില്ലല്ലോ. പക്ഷേ ലിഫ്റ്റ് ഇറങ്ങി ലൂണ വന്ന് ഹായ് ഹൗ ആർ യു എന്ന് ചോദിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടെൻഷൻ എല്ലാം അവിടെ തീർന്നു. പിന്നെ അവിടെ ഭയങ്കര സംസാരമായിരുന്നു, നല്ല രീതിയിൽ സംസാരിച്ചു, ലൂണി സംസാരിച്ചു, ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെ. എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കുന്നത് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, അതേ പോയി. അതുപോലെ ആ ഹൗ ആർ യുവിൽ തന്നെ എല്ലാ ടെൻഷനും പോയി. അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ ആർട്ട് വർക്ക് കൊടുത്തു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, വീഡിയോ ചാനലിലുണ്ട്. അപ്പം വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ല, മിക്സഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്, ടെൻഷനാണ്, ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇത്രയും ടി വിയിലൊക്കെ കണ്ട ആൾക്കാരെ നേരിട്ട് കാണാമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതല്ലേ, എന്തായാലും പറയാൻ എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതല്ലേ അതല്ലേ എന്നൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവായിരിക്കും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ പിന്നെ എനിക്ക് പ്ലേയേഴ്സിനെ കണ്ടൊരു കോൺഫിഡൻസ് ആയി, എങ്ങനെ സംസാരിക്കണം, അവരെ കംഫർട്ടബിളാക്കി എങ്ങനെ വെക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അങ്ങനെയൊന്നും ബിഹേവ് ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായി തുടങ്ങി. അവരുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. പിന്നെ അങ്ങനെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലേയേഴ്സിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കൂളായിരുന്നു. പക്ഷെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്, ആദ്യമായിട്ട് ഇവാനാശനെ ഞാൻ കണ്ടത്, ഞാൻ ആർട്ട് വർക്ക് കൊടുക്കാൻ വേണ്ടി, അത് കഴിഞ്ഞ സീസൺ കേട്ടോ. അപ്പം ഇവാനാശനെ കണ്ട സമയത്ത്, അതായത് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് സാറും ഉണ്ടായിരുന്നു, അപ്പം ഇവാനാശനും ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിനകത്ത് മൈക്കൊന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ വോയിസ് ഓവർ കൊടുക്കുക ചെയ്തത്. ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ സ്പീഡ് ചെയ്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നൊരു ഹാഫ് ആൻ അവർ ആയിരിക്കില്ല, 45 മിനിറ്റ്സോളം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം
എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഇവാനാശിൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഗ്യാരി ഹൂപ്പറിൻ്റെ ഒരു ബിഗ് ഫാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പോയി റിയലി എന്നൊക്കെ ചോദിച്ചു. കോച്ചും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പോഴും ടച്ച് ഉണ്ടോ, കീപ്പിംഗ് ടച്ച് ആണോ ഗ്യാരി ഹൂപ്പറായിട്ട്. ഞാൻ പറഞ്ഞാൽ അതെ, ഇന്നലെ അതായത് അന്ന് കണ്ടപ്പോൾ ഞാൻ പറയാം കഴിഞ്ഞ ദിവസം രാത്രി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോഴും ടെക്സ്റ്റ് ചെയ്തു. അപ്പോൾ കോച്ചിന് ഭയങ്കര ഹാപ്പി, അതായത് കീപ്പിംഗ് ടച്ച് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എടുത്ത് പറഞ്ഞു യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യം സംസാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഗ്യാരി ഹൂപ്പറിനെ ഇത്ര ഇഷ്ടപ്പെടാനുള്ള. അപ്പോൾ മീൻസ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവാനാശൻ ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയി. പ്ലെയേഴ്സിൻ്റെ അടുത്ത് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മീൻസ് കോച്ച് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്കത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറയാൻ പിന്നുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു അടിപൊളി മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പ്ലേയേഴ്സിനെ മീറ്റ് ചെയ്തൊരു ഫണ്ണി മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയ്സുക്കി സക്കായിനെ മീറ്റ് ചെയ്തതാണ്. അതായത് ഞാൻ ലൂണയുടെ അടുത്ത് സംസാരിച്ച് ലൂണയെ മീറ്റ് ചെയ്ത് ലൂണയുടെ ഇൻട്രാക്റ്റീവ് സെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സക്കായി കയറി വരുന്നത്. അപ്പോൾ ലൂണാണ് ഡെയ്സുക്കി സക്കായി ശരിക്കും ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്, വീഡിയോനകത്തേക്ക്. അപ്പോൾ എനിക്കറിയില്ലല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കറിയാം. സത്യമായിട്ട് പറയാം, ഡെയ്സുക്കി സക്കായിക്ക് ഇത്രയും നമ്മൾ നോർമലി സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷിൽ സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ ലാംഗ്വേജിൻ്റെ ആ ഒരു പ്രശ്നം, അതായത് എനിക്ക് അവരുടെ ലാംഗ്വേജ് അറിയില്ല സംസാരിക്കാൻ, അതിൻ്റെ ഒരു ഇഷ്യൂ കാരണം പുള്ളിക്ക് അറിയില്ല. അപ്പം ഈ കാര്യം എനിക്കും അറിയില്ല. അപ്പം ഞാൻ എല്ലാ പ്ലെയേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കണ പോലെ ഞാൻ സക്കായിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? അപ്പം ഞാൻ അതുകൊണ്ടാണ് ആ വീഡിയോയുടെ റിയൽ ഓഡിയോ ഞാൻ പുറത്തത് കോമഡിയാണ്. കാരണം സക്കായിനെ വീഡിയോയിൽ കൊണ്ടുവന്നതിന് ശേഷം ലൂണ മാറിയിരുന്നു, ലൂണ സൈഡിലോട്ട് മാറിയിരുന്നു. എന്നിട്ട് ലൂണ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനും ഓർത്തു ഇത് എന്താണോ ലൂണ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ എന്ന് ചോദിക്കും മേ ബി എന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ സെയിം മാറ്റർ എന്താണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം നോക്കുന്നത്. ഞാൻ വിട്ടു. അതിന് ഞാൻ കാര്യമായിട്ട് സക്കായി എടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ഇത് ക്യാമ്പയിൻ ഇന്നതാണ്, ഇന്ന കോഴ്സിൻ്റെ ആണ്, അല്ലെങ്കിൽ ഇന്ന ഒരു ഇഷ്യൂൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാനിങ്ങനെ ആർട്ടിസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ കോൺവെർസേഷൻ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ സ്പോട്ടി സക്കായി എൻ്റെ ഫേസിലോട്ട് വന്നിട്ട് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഞാൻ ആകെ സ്റ്റക്കായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിങ്ങനെ സോറി. അപ്പോൾ എൻ്റെ സൈഡിലിരുന്നിട്ട് നമ്മുടെ ലൂണ് ഫുൾ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്നെ ട്രാപ്പിലാക്കിയത്. ലൂണയ്ക്കും അറിയാം എനിക്ക് ആ കാര്യം അറിയില്ല എന്നുള്ളത്. ഇവിടെ ലൂൺ അവിടെ ഇരുന്ന് കൈയടിച്ച് ചിരിക്കുമായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഒരു ഫണ്ണി മൊമെൻ്റ്. എന്നിട്ട് ഞാൻ നേരെ ലൂണെടുത്ത് പോയി ചോദിച്ചത് അപ്പോൾ നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, കാരണം എനിക്കറിയില്ലല്ലോ. അപ്പോൾ സക്കായി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട്. അപ്പോൾ ലൂണിൻ്റെ അടുത്ത് ഒരു ഭയങ്കര സ്പീഡ് ഇംഗ്ലീഷാണ് പറയുന്നത്. സ്ലോ ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് ആക്ഷൻസോടെ ക്ലിയർ ഇങ്ങനെ ഓരോ പീസായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഇത് പറയുന്ന സീസണിൻ്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും, ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല പിന്നെ. അപ്പം അങ്ങനെ സംസാരിച്ചാൽ മതി. അപ്പോഴാണ് എനിക്ക് പിടികിട്ടേ. അപ്പോൾ പിന്നെ ഞാൻ നിർത്തി കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ മനസ്സിലായി. അത് ശരിക്കും ഒരു ഫണ്ണി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ലൂണ അങ്ങനെ ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ലൂണയുടെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ലൂണ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ബിഗ് ബ്രദർ എന്നുള്ളൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ അഡ്രിയാൻ ലൂണയായിട്ട്. അപ്പം ലൂണയുടെ വൈഫായിട്ടും ഭയങ്കര ഒരു കണക്ഷനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്തായിരുന്നു, മീൻസ് നമ്മുടെ കൊച്ചിയിൽ വന്ന സമയത്ത്, കഴിഞ്ഞ ദിവസമല്ല, ഞാൻ മീറ്റ് ചെയ്തായിരുന്നു, ഒരുപാട് സംസാരിച്ചു. അപ്പം ഞാൻ റീസെൻ്റ്ലി കൂടെ ടെക്സ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ലൂണ സുഖമായിട്ടിരിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ശരിക്കും ഒരു ബിഗ് ബ്രദർ ഒരു ഫീലിംഗാണ് അഡ്രിയാൻ ലൂണയായിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും എനിക്കൊരു ഫണ്ണി മൊമെൻ്റ് ആയിരുന്നു. എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ ആ ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് തന്നെ എനിക്ക് ആദ്യം ഓഡിയോ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു ഡെയ്സുക്കി സക്കായിയുടെ. അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ പോയി മീറ്റ് ചെയ്യണം. പക്ഷേ മീറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിയറായിട്ട് അവരുടെ ലാംഗ്വേജ് പഠിച്ച്, ജാപ്പനീസ് ലാംഗ്വേജൊക്കെ സെർച്ച് ചെയ്ത് പഠിച്ച് കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ആ ലാംഗ്വേജ് പഠിച്ച് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇനി പോകാൻ. അപ്പോൾ അതാണ് ഒരു അടിപൊളി എക്സ്പീരിയൻസ്. പിന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലൊബേറെ മീറ്റ് ചെയ്തത്, അതുപോലെ ഒഡീഷ ടീമിനെ മീറ്റ് ചെയ്ത സമയം പൂട്ടിയെടുത്ത് സംസാരിച്ചത്. അപ്പോൾ പൂട്ടിയെന്നെ റെക്കഗ്നൈസ് ചെയ്തു, അത് വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ജോർദാൻ മൊറേ എന്നോട് ആദ്യം പറഞ്ഞു ഗ്യാരി ഹൂപ്പറിന് ഡ്രോയിങ് എടുത്തു. സോ
അങ്ങനത്തെ കുറേ അടിപൊളി മൊമെൻറ്റ്സ് ഉണ്ട്. എന്നെ മീൻസ് തിരിച്ചറിഞ്ഞൂന്നും നമ്മുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ട് തിരിച്ചറിയണമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന് അങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ ഏതാണുള്ളത്, അത്രയൊക്കെ തന്നെ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ തന്നെ ധാരാളം. 2023 ഒരു ബെസ്റ്റ് മെമ്മറീസ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ, സഹൽ ക്ലബ്ബ് വിട്ടു പോയതിൽ ചേച്ചിയുടെ ഒരു അഭിപ്രായം. സഹൽ ക്ലബ്ബ് വിട്ടു പോയത് സഹലിൻ്റെ കരിയർ അല്ലെങ്കിൽ സഹലിൻ്റെ പ്രൊഫഷൻ അതിന് വേണ്ട നല്ലൊരു ഡിസിഷൻ എന്താണോ, അല്ലെങ്കിൽ അത് ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണോ വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്തിട്ടാണ് സഹൽ പോയിരിക്കുന്നത്. സഹൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല സഹലിൻ്റെ കരിയർ അല്ലെങ്കിൽ ഫുട്ബോൾ കരിയറിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇന്ന ക്ലബ്ബ് അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടി മാത്രമേ കളിക്കുന്ന ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു പ്ലെയറും അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ അവരുടെ ഒരു സെൽഫ്, അതായത് സഹലിന് തോന്നിക്കാണും ഒരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അപ്പോൾ എനിക്ക് അതിനൊരു ചേഞ്ച് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും സഹലിനെ ഫീൽ ചെയ്യാതെ സഹൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കില്ല. അപ്പോൾ സഹലിനെ ബെറ്റർ അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനത്തെ ഒരു കാര്യം നോക്കി സഹലൊരു ഡിസിഷൻ എടുത്തു. സഹൽ വേറൊരു ക്ലബിൽ കളിക്കുന്നു. സോ അതിൽ ഞാൻ അഭിപ്രായം എന്ന് പറയാൻ ഞാൻ ആരുമല്ല, അത് സഹലിൻ്റെ ഓൺ ഡിസിഷനാണ്. ആസ് എ ഫാൻ എന്നുള്ള രീതിയിൽ അതേ കേരള ബ്ലാസ്റ്റേഴ്സിലെ സഹൽ അബ്ദുൾ സമദിനെ മിസ് ചെയ്യും. ഒരു വണ്ടർഫുൾ പ്ലെയറാണ്. കേരളത്തിന് വേണ്ടി കളിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ സങ്കടമുണ്ട്, മിസ് ചെയ്യണം. പക്ഷെ എന്ത് കരുതി സഹൽ എടുത്ത ഡിസിഷൻ തെറ്റ് അല്ലെങ്കിൽ സഹൽ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെയൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പം സഹൽ ഇപ്പോൾ മോഹൻ ബഗാനിന് വേണ്ടി കളിക്കുന്നു, നല്ലപോലെ കളിക്കട്ടെ. ഇപ്പോൾ നാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്നാണ്, അത്രയേ ഉള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കും, എനിക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യം സംസാരിക്കണം. അപ്പോൾ ഞാനത് വീഡിയോൻ്റെ അവസാനത്തിൽ സംസാരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, സഹലിൻ്റെ മാറ്റർ അല്ല, പക്ഷെ ഞാൻ പറയാം. അപ്പോൾ അതാണ് അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം. പിന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, കേരള ബ്ലാസ്റ്റേഴ്സിലെ മലയാളി താരങ്ങളിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു മലയാളി താരം ആരാണ്? എനിക്കെല്ലാവരും ഇഷ്ടം, സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ പ്ലേയേഴ്സിനും ഇഷ്ടമാണ്. എനിക്കങ്ങനെ മലയാളി താരങ്ങൾ, നോർത്ത് ഇന്ത്യൻ താരങ്ങൾ അല്ലെങ്കിൽ ഫോറിനേഴ്സ്, എനിക്ക് അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് റിപ്പീറ്റ് ചെയ്യാം. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സന്ദേശ് ജിങ്കൻ, ഗ്യാരി കൂപ്പർ, അഡ്രിയാൻ ലൂണ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സീസണിലല്ല ഇപ്പോൾ കറൻ്റ് ആണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് അഡ്രിയാൻ ലൂണ. അപ്പോൾ എനിക്ക് അങ്ങനെ വേറെ ഒരു മലയാളി താരങ്ങളുടെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഇഷ്ടം അല്ലെങ്കിൽ ഇന്നാൾ ഫേവറേറ്റ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരും നല്ല പെർഫോമേഴ്സാണ്. ഇനി എൻ്റെ ഈ ഒരു എന്താ പറയുക ഇഷ്ടങ്ങളൊക്കെ മാറി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കറൻ്റ് എനിക്ക് എല്ലാവരും ഈക്വലാണ് മലയാളി താരങ്ങൾ. സോ അതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് വർക്കിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും, ഹായ് ചേച്ചി, ഹായ്, ഹലോ, അങ്ങനെ മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ നോക്കില്ല. കാരണം എന്താ പറയുക, എനിക്ക് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് അങ്ങനെ. അപ്പം മീൻസ് എന്താണ് മാറ്റർ എന്ന് നിങ്ങൾ ഒറ്റ ആ ഒരു ഇതിൽ മെസ്സേജ്, അതായത് എനിക്ക് ആർട്ട് വർക്ക് വേണമായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനാണെന്ന് പറഞ്ഞ് മെസ്സേജ് കഴിഞ്ഞാൽ എനിക്ക് യൂസ് ചെയ്യും. കാരണം ഞാൻ എല്ലാം പോയി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് മനസ്സിലായല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്താൻ പറ്റും. അതാണ് ആ യൂട്യൂബിലും കമൻസിൻ്റെ ഇടയിൽ വരെ ചോദിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആർട്ട് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ കാര്യം മെൻഷൻ ചെയ്തിട്ട് ഒന്ന് മെസ്സേജ് അയക്കാം, ഓക്കെ? പിന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ചേച്ചി നെക്സ്റ്റ് മാച്ചിന് വരുമ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് മീറ്റ് ചെയ്യാം. എനിക്ക് നിങ്ങളെ പരിചയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിങ്ങനെ ഇൻട്രാക്ട് ചെയ്യണമെന്നല്ലാതെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ എനിക്ക് പരിചയമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് സംസാരിക്കുക എൻ്റെ അടുത്ത്. ഞാൻ ഓൾവേസ് റെഡി ടു ടോക്ക്, നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്, അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുവാണെങ്കിൽ ഓടി വന്ന് സംസാരിക്കുക, അത്രയേ ഉള്ളൂ, ഒന്നും ആലോചിക്കേണ്ട, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻസ്റ്റയിൽ അധികം വന്നിട്ടില്ല. എല്ലാം ഭയങ്കര കാഷ്വലായിട്ടും അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതായത് ഫേവറേറ്റ് പ്ലെയർ, ഫേവറേറ്റ് കോച്ച് ഏതാ, ISL സീസണിൽ ഇത്രയും ഉണ്ടായിരുന്നു, അതിൽ ഇഷ്ടപ്പെട്ട ടീം ഏതാ, അങ്ങനത്തെ കാര്യം കുറേയൊക്കെ ഞാൻ റിപ്ലൈ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ലാസ്റ്റ് മാച്ച്, അതായത് ലാസ്റ്റ് ഹോം മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC മാച്ചിൻ്റെ ടൈമിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് മാച്ച് ഡേ വ്ലോഗല്ല, മുംബൈ സിറ്റി പ്ലെയേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോയൊരു വീഡിയോ. അതായത് ഞാൻ നമ്മുടെ പെരേറ ഡയസിന് ഒരു ആർട്ട് വർക്ക് കൊടുത്തായിരുന്നു.
അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ വീഡിയോ കാണാം, ചാനലിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത സമയം ഞാൻ മാച്ച് ഡേൻ്റെ ഒന്ന് ഉച്ചയ്ക്ക് മീറ്റ് ചെയ്തു. മാച്ചിൻ്റെ മുന്നേ തന്നെ ആയിട്ട് എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ സ്റ്റേഡിയത്തിലേക്ക് മാച്ച് കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കുറേ കമൻറ്റ്സ് ഉണ്ട്. ഞാൻ എടുത്തെടുത്ത് ആദ്യം ഞാൻ വിചാരിച്ചു ഓരോന്നായി കാണിച്ച് എടുത്തെടുത്ത് പറയാം. പിന്നെ എനിക്ക് തോന്നി വേണ്ട. ഞാൻ കുറേ കമൻസിലൊക്കെ ഞാൻ കാഷ്വലി റിപ്ലൈ ചെയ്തു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഞാൻ അങ്ങനെ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ടോൺ മാറിയേക്കാം. നമുക്കറിയില്ല, നമ്മൾ മെസ്സേജ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടോൺ ആണെന്നില്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വെറുതെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ ത്രൂ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ അല്ല ഗൈസ്, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനേ അല്ല. നിങ്ങൾ അറിഞ്ഞോ? അത് ഞാൻ അറിഞ്ഞില്ല. ഒരു ഓപ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വേറൊരു ടീമിൽ അത് ഞാൻ വേറൊരു പ്ലെയേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ അർത്ഥം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ അല്ല എന്നെങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ പെരേര ഡയസ് നമുക്ക് വേണ്ടി കളിച്ച ഒരു പ്ലെയറാണ്, നമ്മുടെ ക്ലബിന് വേണ്ടി ലൂണയോടൊപ്പം തന്നെ കളിച്ച ഒരു പ്ലെയറാണ്. അപ്പം ഞാൻ ആ ടൈമിൽ വരച്ച് വെച്ച ലൂണയൊക്കെ വരച്ചതുപോലെ തന്നെ ആൽവാരോനെ വരച്ചതുപോലെ തന്നെ വരച്ച് വെച്ച് ഒരു ആർട്ട് വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പോയിട്ടുള്ളത്. ആ പോയ സമയത്ത് ഞാൻ അവിടെ ലോബിയിൽ ഡയസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ടൈമിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പ്ലെയേഴ്സും കോച്ചൊക്കെ ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്രയും വലിയൊരു ക്ലബ്ബിലെ ഇത്രയും വലിയ പ്ലെയേഴ്സിനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ അവരെ മീറ്റ് ചെയ്തു. എൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ മെമ്മറീസ് എന്നുള്ള രീതിയിൽ അവരുടെ കൂടെയുള്ള ഫോട്ടോസ് എനിക്ക് വേണം ഫ്രെയിം ചെയ്ത് വെക്കാൻ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്തു, ഫോട്ടോ എടുത്തു, അവരുടെ അടുത്ത് സംസാരിച്ചു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. വെൽക്കം ടു കേരള എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ആ ഒരു വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ വന്ന കമൻസ് ആണിത്. അതായത് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല, ഞാൻ എല്ലാം ഒരു അറ്റൻഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഡ്രോയിങ് വരയ്ക്കുക കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ് ഇതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഞാൻ കൊടുക്കുന്നത് സന്ദേശ് ജിങ്കനാണ്. എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഞാൻ ചെയ്തതും സന്ദേശ് ജിങ്കനാണ്. പക്ഷേ സന്ദേശ് ജിങ്കന് എനിക്ക് ആ ടൈമിൽ നേരിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ സന്ദേശ് ജിങ്കന് ആർട്ട് വർക്ക് കൊടുത്തിട്ടുള്ളത്, ഞാൻ നേരിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തത് ഓപ്പച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതും ക്ലബിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഞാനത് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് അത് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അത്രയും വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ലാസ്റ്റ് ഇയർ ആ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ആർട്ട് വർക്ക് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത്, മീൻസ് ഓരോന്ന് വരയ്ക്കുന്ന സമയത്താണെങ്കിൽ ഓരോ പ്ലെയറിനെ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് നേരിട്ട് കൊടുക്കാൻ പറ്റണേ, എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റണേ, അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റണം എന്നതൊക്കെ. പക്ഷേ ചില സിറ്റുവേഷനിൽ അത് നടക്കാറില്ല, എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ആ ഒരു സിറ്റുവേഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓപ്പച്ചയ്ക്ക് കൊടുത്ത വീഡിയോ ഞാൻ എപ്പോഴാണ് കൊടുത്തത്, ഹൈദരാബാദിന് വേണ്ടി കളിച്ച ലാസ്റ്റ് ഇയർ ആ ടൈമിലാണ് ഞാൻ കൊടുക്കുന്നത്. ഓപ്പച്ചയെ നമ്മുടെ ക്ലബിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ വരച്ചതാണ്. അപ്പോൾ അതുപോലെയാണ് പെരേര ഡയസിൻ്റെതും. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എനിക്കൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിന് എനിക്ക് നിങ്ങളെ മനസ്സിലാവും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു ഫാനാണ്, ഞാനും കേരള ബ്ലാസ്റ്റേഴ്സിന് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഫാനാണ്. പക്ഷെ എന്ന് കരുതി ഒപ്പോണൻസിൻ്റെ അടുത്ത് വളരെ റോങ് ആയിട്ട് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഡയറക്റ്റ്ലി പോയിട്ട് അങ്ങനത്തെ ഒരാളല്ല ഞാൻ അങ്ങനെയല്ല. എൻ്റെ ക്ലബിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് കരുതി മറ്റുള്ള പ്ലെയേഴ്സിനെയോ മറ്റുള്ള ക്ലബ്ബുകളെയോ ദേഷ്യത്തോടെയോ വെറുപ്പോടെയോ കാണണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആ 90 മിനിറ്റ്സ്, അതായത് മാച്ചിൻ്റെ ടൈമിൽ ഞാൻ സ്റ്റേഡിയത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ മുംബൈ സിറ്റി FC അല്ലെങ്കിൽ ഡയസിന് വേണ്ടി ചിയർ ചെയ്ത് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിന് അർത്ഥമുണ്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനല്ല. പക്ഷേ ഞാൻ ഒരിക്കലും മാച്ച് ടൈമിൽ ആ സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് ആ സ്റ്റേഡിയത്തിലൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ച് ടൈമിലും ഞാൻ ഒരിക്കലും ഒരു ക്ലബിനെയോ ഒരു പ്ലെയറിനെയോ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും എൻ്റെ ക്ലബ്ബ് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ അങ്ങനെ പറയണേ, എൻ്റെ ക്ലബ്ബ്
അതേപോലെ ലൂണ ഗോൾ അടിക്കണം, എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണത്. ക്ലബ്ബ് ജയിക്കണം, ഈ ഒരു കാര്യം തന്നെ ഞാൻ പറയാറുള്ളൂ. പിന്നെ ഇത്രയും വലിയൊരു പ്ലെയറിനെ കാണാനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അപ്പം ഞാൻ എൻ്റെ ആർട്ട് വർക്ക് കൊടുത്തു, അതിൽ ഒത്തിരി സന്തോഷമായിട്ട് നിൽക്കുകയാണ് ആള്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ആ ആർട്ട് വർക്ക് പുള്ളി വീട്ടിൽ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. ഞാൻ ആർട്ട് വർക്ക് കൊടുത്ത മിക്ക പ്ലെയേഴ്സും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അതാണ്, അവർ കൊണ്ടുപോകോ ഇല്ലയോ എന്നുള്ളതല്ല, ഇൻ കേസ് അവർ കൊണ്ടുപോയാൽ അവരത് അവരുടെ നാട്ടിൽ, അതായത് ഇവിടെയല്ല, അപ്പോൾ അവരത് നാട്ടിൽ വെക്കുന്ന സമയത്ത് ഫ്രം വേർ ഡിഡ് യു ഗോട്ട് ദിസ്, അവർ അവരുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അവർ പറയാൻ പോകുന്നത് ഫ്രം ഇന്ത്യ, ഫ്രം കേരള എന്നാണ്. അല്ലാതെ അഞ്ചര എന്നൊന്നും അവർ എടുത്തു അറിയില്ല. കേരള ഫാൻസ്, ഞാൻ മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് വർക്ക് ചെയ്തിരുന്നു, കേരളത്തിലെ കേരള ഫാൻസിനെ അവർ പറയുള്ളൂ, എൻ്റെ പേരൊന്നും അവർ എടുത്ത് പറയുക പോലും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പ്ലെയറിനെ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഗോൾ അടിക്കരുത്, നിങ്ങളിന്ന് തോറ്റു പോട്ടെ, ആരാണ് അങ്ങനെ വിഷ് ചെയ്യുക? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടുമില്ല, എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ അടുത്ത് പറഞ്ഞ് ഗോൾ അടിക്കണം, സെലിബ്രേറ്റ് ചെയ്യണം, നിങ്ങൾ ഓക്കെ, ഗോൾ അടിക്കാൻ കഴിയട്ടെ, പറ്റട്ടെ. അല്ലാതെ എൻ്റെ ടീമിനെ തോൽപ്പിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. അവരും ഗോൾ അടിക്കട്ടെ, നമ്മളും ഗോൾ അടിച്ചാൽ നമ്മളും ജയിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ടീം തോറ്റു പോട്ടെ, അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തു, അവർ ജയിക്കട്ടെ, ഇതൊന്നുമല്ല. എൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അത്രയും മീറ്റ് ചെയ്ത് ആ ഡ്രോയിങ് കൊടുക്കാൻ ഒരു അവസരം കിട്ടി. ഞാൻ ആ സന്തോഷത്തിലായിരുന്നു. ഞാൻ ആ പ്ലെയറിനെ മീറ്റ് ചെയ്തു, ഒത്തിരി സംസാരിച്ചു. എൻ്റെ സന്തോഷം കാര്യങ്ങളും അതിലാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാതെ മുംബൈ സിറ്റി FC സപ്പോർട്ട് ചെയ്തു എന്നതല്ല കാര്യം. അത് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വന്നതാണ്, നീ അവരോട് ഗോൾ അടിക്കാൻ പറയുമല്ലേ. ഞാൻ പിന്നെ എന്താണ് പറയേണ്ടത്? പാരഡൈസിന് കൈ കൊടുത്തിട്ട് വിഷ് യു ബാഡ് ലക്ക്, നിങ്ങൾ ഗോൾ അടിക്കാതിരിക്കട്ടെ ഈ മാച്ചിലാണ് ഞാൻ പറയേണ്ടത്. നമ്മുടെ ഇവിടെ വരുന്ന ഒരു ഗസ്റ്റാണ് അവർ. മാച്ച് ടൈമിൽ മാത്രമാണ് നമ്മുടെ ഒപ്പോണൻറ്റ്, അല്ലേ? അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അവരെ മീറ്റ് ചെയ്തിരിക്കുന്നത് മാച്ച് ടൈമിലല്ല, അല്ലാത്തൊരു ടൈമിലാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ആ ഒരു പ്ലെയറിനെ വിഷസ് കൊടുക്കുക നല്ല രീതിയിലാണ്. എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ആരെയും ബ്ലെയിം ചെയ്യണമല്ല, ആരെയും നെഗറ്റീവായിട്ട് കാണിക്കുന്നതല്ല. എനിക്ക് മനസ്സിലാവും ആ ക്ലബിനോടുള്ള ഇഷ്ടം, നമ്മുടെ പ്ലേയേഴ്സിനോടുള്ള ഇഷ്ടം അതിൻ്റെതാണ് ഈ കാണിക്കണേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. എല്ലാവരും പെരുമാറുന്നതും സ്നേഹിക്കുന്ന രീതികൾ വേറെ ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണിത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ കമൻറ്റിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയിലൂടെ പറയാൻ വെച്ചത്. ഞാൻ ആ കമൻ്റ് ഇട്ട ആരോടും എനിക്കൊരു പ്രശ്നവും ഇല്ല, അവർക്ക് എന്നോടും ഇല്ലെന്ന് എനിക്കറിയാം. ആ ക്ലബിനോടുള്ള സ്നേഹവും ഇഷ്ടവും വികാരങ്ങളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളോട് പറയാണ്, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനാണ്. അത് ഞാൻ എടുത്ത് പറയണത് വേറെ ഒന്നും കൊണ്ടല്ല, ആ ക്വസ്റ്റ്യൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണത്. അല്ലാതെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതാണ് അതിലെ കാര്യം. കുറേയൊക്കെ എല്ലാ നെഗറ്റീവ് കമൻസും ഞാൻ പറയണില്ല കേട്ടോ. 1, 2, 3 നെഗറ്റീവ് കമൻസ്, നെഗറ്റീവെന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ അഭിപ്രായമാണ്. നെഗറ്റീവ് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ വന്ന കമൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ നെഗറ്റീവ് പറഞ്ഞത്. ബാക്കി ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആസ് എ പ്ലെയർ ഡയസിന് ഇഷ്ടമാണ്, പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്നത് കൊണ്ട് ഇഷ്ടമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല, മുംബൈ സിറ്റി FC ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? അതിലൊക്കെ എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനോടുള്ള ഇഷ്ടമാണ് നിങ്ങൾ പറയുന്നത്, അത് എനിക്ക് മനസ്സിലാവും. എനിക്കതിൽ യാതൊരു പരാതിയും ഇല്ല. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആ ലൈക്കൊക്കെ കമൻ്റ് അടിച്ച് ഞാൻ ചിരിച്ചുകൊണ്ടാണ് ആ ലൈക്കും മീൻസ് ഓരോ കമൻറ്റും ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. അപ്പം ഞാനിപ്പോൾ ഒത്തിരി പേർക്ക് ഇപ്പോൾ ലൊബേറയ്ക്ക് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ നാളെ മോഹൻ ബഗാൻ വരും, അപ്പോൾ നമ്മുടെ സഹൽ കളിക്കാൻ വരും. അപ്പോൾ സഹലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരം കിട്ടി. നിങ്ങൾ എത്ര പേര് സഹലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകും? ആ സമയത്ത് നിങ്ങൾ സഹലിൻ്റെ അടുത്ത് പറയുമോ ഇന്ന് മോശം പ്രകടനമാവട്ടെ, കളിക്കാതിരിക്കട്ടെ? ഒരിക്കലും ഇല്ല, നമ്മളൊരിക്കലും പറയില്ല അത്. അപ്പം അത്രയും ഞാനും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലെ ഞാൻ എന്താണ് പറയുക, എൻ്റെ ക്ലബിനെതിരെ നിന്നു അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്, അതിലൊരു മാറ്റവും. ഞാൻ ഇന്ത്യൻ ഫുട്ബോളിനെ കൂടുതൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു മൈൻഡിലുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ ഈക്വലായിട്ടാണ് കാണുന്നത്. അപ്പം ഞാനത് ക്ലിയർ ആയിട്ട് പറയാം കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ചെയ്തതാണ്. അതായത് ഞാൻ എന്താണ് വീഡിയോ ത്രൂ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൺവേ ആയിട്ടില്ലെങ്കിൽ അതൊന്ന് ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ആരെയും മോശമായിട്ട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനോ ഒന്നിനു വേണ്ടിയിട്ടല്ല. എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് വികാരത്തോടെയാണ് ഓരോ മെസ്സേജുകൾ അയക്കുന്നതും അതായത് ഓരോ കമൻറ്റുകൾ ഇട്ടിട്ടുള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അതൊരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ എൻ്റെ സൈഡ് ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ 2023 എന്ന് പറഞ്ഞ ഒരു വണ്ടർഫുൾ ഇയർ ഇത് അവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം ഇനി നെക്സ്റ്റ് ഇയർ ഇപ്പം നാളെ തുടങ്ങുവാണ്. അപ്പോൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. മാക്സിമം ട്രൈ ചെയ്യാം. അപ്പം ഇനി വീഡിയോസ് ഇടുന്ന സമയത്ത് ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തരണം. ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരുന്ന അനുസരിച്ചിട്ട് എനിക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ അതിൽ നിന്നെടുത്ത് ഇമ്പ്രൂവ് ആയി നല്ല രീതിയിൽ വീഡിയോ ഒക്കെ തന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ഫാമിലി ആയിട്ട് തന്നെ പോവാം. അപ്പോൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ടൈം ആയിരിക്കാം, പക്ഷെ എല്ലാം ശരിയാവും എന്നുള്ള ഒരു ഹോപ്പ് വെച്ചിട്ട് നമ്മൾ പുതിയൊരു ഇയറിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സംബന്ധിച്ച് 2023 ഇപ്പോൾ എൻഡ് ചെയ്യുന്നത് നല്ലൊരു ഹാപ്പിനെസ് മൊമെൻറ്റിലാണ്. അതായത് മുംബൈ സിറ്റി FC തോൽപ്പിച്ചു, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചു. അതൊന്നും പോരാതെ നമ്മളിപ്പോൾ ഈ ഒരു ഇയർ അവസാനിപ്പിക്കുന്നത് ടേബിൾ ടോപ്പേഴ്സായിട്ടാണ്. അതങ്ങനെ തന്നെ നിൽക്കാൻ പറ്റട്ടെ. നെക്സ്റ്റ് ഇയറിൽ വരുന്ന മാച്ചുകളും അടിപൊളിയായിട്ട് തന്നെ എല്ലാവർക്കും കളിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു ഇയർ ആവട്ടെ, നല്ല നല്ല അവസരങ്ങൾ വരട്ടെ, എല്ലാവർക്കും നല്ല സന്തോഷങ്ങൾ വരട്ടെ, പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിപ്പോവട്ടെ, എല്ലാത്തിനും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ, സങ്കടങ്ങളൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റട്ടെ, അതുപോലെ തന്നെ എനിക്കും പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഞാൻ പറഞ്ഞു കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. പുതിയ വർഷത്തിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്.